ഞാൻ എൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് വീക്കെൻഡ് എൻ്റർടൈൻമെൻറ്റ്സ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ചെറുതാണെങ്കിലും അതിലൊരു ആഗ്രഹം ഇന്ന് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സീലൈൻ ബീച്ചിൽ പോയി ഇന്നൊരു ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ശരിക്കും അത്ഭുതമായത്. കാരണം എത്രയെത്ര ഫാമിലീസാണ് ചെറിയ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നേക്കുന്നത്. ചിലർ വലിയ സ്പീക്കറിൽ പാട്ടൊക്കെ വയ്ക്കുന്നു, ചിലർ സ്വിമ്മിങ് ചെയ്യുന്നു. അങ്ങനെ പല പല എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുകയാണ് അവരുടെ വീക്കെൻഡ്. ഞങ്ങളും ചെറുതായി ഒരു സ്വിമ്മിംഗ് ഒക്കെ നടത്തി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങളുടെ ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത ചിക്കൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൽക്കരി വാങ്ങിച്ചു. കൽക്കരി കത്തിക്കാനുള്ള സാധനവും ഗ്രില്ലിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൽക്കരി കനലായപ്പോൾ ഞങ്ങൾ ചിക്കൻ ചുടൽ ആരംഭിച്ചു. ചിക്കൻ ചുടാൻ വെച്ച് അവിടെ സൈഡിലൊരു പായൊക്കെ വെച്ച് ഞങ്ങളിരുന്ന് ഒരു പാട്ടൊക്കെ കേട്ട് കടലിലൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞ് കുറേ എൻജോയ് ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ വീശി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ബ്രെഡും ഹോം മെയ്ഡ് മയണൈസും പിന്നെ ഈ കനലിൽ തന്നെ ചുട്ടെടുത്ത പൊട്ടറ്റോയും ഉള്ളിയും എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഫുഡിൻ്റെ മാത്രമല്ല നമ്മളിരുന്ന ആ ലൊക്കേഷനും എൻജോയ്മെൻറ്റും എല്ലാം കൂടെ കൂടി ഇപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റായിരുന്നു നൽകിയെന്ന് തന്നെ പറയാം. കുറച്ച് ചൂടുള്ള സമയമായതുകൊണ്ട് കുറച്ച് ടയേർഡായെങ്കിലും ചില ആഗ്രഹങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഐ എം സോ ഹാപ്പി ടുഡേ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ പ്രവാസികളെല്ലാം ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനിടയിൽ ഇടയ്ക്കെങ്കിലും നമുക്ക് വേണ്ടി ചില എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.